പഞ്ചാബിലെത്തി. അവിടെ വെച്ചിട്ട് ഈ ബ്രോനെ ഞാൻ കണ്ടുമുട്ടിയത്. അപ്പോൾ ആള് നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ പഞ്ചാബിലാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്യാബിനിൽ കൊടുത്തയച്ച ബാഗ് കളക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് വാഗ ബോർഡറിലേക്ക് പോകും. ഓക്കെ, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഈ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് നമ്മളിനി യാത്ര ചെയ്യാൻ പോകണം. ഇപ്പം ഞാനുള്ളത് നമ്മുടെ പഞ്ചാബിലെ അമൃത്സർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ ഒരു കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേ. അപ്പോൾ അവിടേക്ക് ചുമ്മാ അങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ എവിടെ ചെന്നാലും നമുക്ക് കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളും ഇതുകളൊക്കെ നമുക്കിങ്ങനെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ എല്ലായിടത്തും കാണാൻ കിട്ടും നമ്മുടെ കരിമ്പൻ ജ്യൂസ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ഞാൻ വിചാരിച്ചേക്കാളും ചൂടാണ്. എനിക്കറിയണ്ടായിരുന്നില്ല ഇവിടെ അത്ര ചൂടുള്ള സ്ഥലമാണ്. ചൂടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇത് കാണാം. ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും കാണാം. ഇത് വൃത്തിയൊന്നും നോക്കണ്ട, അതൊക്കെ കണക്ക് തന്നെ. ഇവിടെ ഒരു ആലു ടിക്ക എന്ന് പറഞ്ഞൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം നല്ല മധുരം ഒക്കെ ആയിട്ടുള്ളൊരു മിക്സ് ചെയ്തിട്ട് ആലു കഴിക്കുമ്പോൾ കിടിലം. അവരുടെ സോസൊക്കെ രസമുണ്ട്. ഇവിടെ എപ്പോഴും കുതിരകളും സെറ്റപ്പുകളൊക്കെ ഉണ്ടാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ അതൊന്നും കാണാനേ കിട്ടണില്ല. ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം ശ്രദ്ധിച്ചു. ഇവർ മരത്തോണ്ടാണ് കോണികളെല്ലാതും. ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളവിടെയൊക്കെ സ്റ്റീലല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോഴും ഒരു മരം കൊണ്ടാണ് ഈ കോണി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ചെറിയൊരു മാർക്കറ്റ് പോലെ ഒരു ഏരിയ റൗണ്ടായിട്ട്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഗ ബോർഡറിലേക്കാണ്. പക്ഷേ നമുക്ക് അന്നത്തെ ദിവസം വാഗ ബോർഡറിലുള്ള ഫങ്ഷൻ കാണാൻ പറ്റിയില്ല. ഭയങ്കര ലേറ്റായിട്ടായിരുന്നു സ്റ്റാർട്ടിങ്. പോയാലും ബിവെയർ ഓഫ് പിക്ക് പോക്കറ്റ്സ്. പോക്കറ്റ് അടി ഭയങ്കര കൂടുതലാണ് കേട്ടോ പഞ്ചാബിൽ, പറയാതിരിക്കാൻ വയ്യ. അതിനുശേഷം ഞാൻ പോയത് അട്ടാരി റെയിൽവേ സ്റ്റേഷൻ ഇൻ പഞ്ചാബ്. ഇതാണ് കേട്ടോ അട്ടാരി റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറയുന്നതേ നമ്മുടെ പാകിസ്ഥാനാണ്. പിന്നെ ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. കാലിയായിട്ട് കിടക്കണ നോക്കിയേ. ഇതിപ്പോൾ പ്രവർത്തനത്തിലുണ്ടോയെന്ന് വരെ എനിക്കറിയില്ല. ആരും ഇല്ലാണ്ട് കിടക്കുന്നൊരു റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ജാലിയൻവാല ബാഗ് കേട്ടോ. നമ്മൾ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണാനായിട്ട് പോകുന്നത് ദ റിയൽ ഹിസ്റ്ററി ഓഫ് ജാലിയൻവാല ബാഗ്. അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പോലെ അവരവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. ऐसा जुल्म हुआ कि एक दिन बेटी उन्हें मासूम ने दोषियों का दिन होगा मार हो गए, जिन्होंने जनरल डायर के हुक्म अनुसार अंग्रेज सिपाहियों ने गोलियां को हिल दिया. അതിൻ്റെ സ്മരണയ്ക്ക് പണിതിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അറ്റാക്ക് നടന്ന സ്ഥലം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ആ വൈറ്റ് മാർക്ക് ചെയ്ത് കൊടുത്താണ് അന്നത്തെ
ബുള്ളറ്റുകളൊക്കെ തറച്ചിട്ടേ ഓട്ടയായിട്ട് ഉള്ളതാണ് ആ മാർക്ക് ചെയ്ത് വെച്ചാണൊക്കെ. അതുപോലെ വേറൊരു മതിലും അതേപോലെ തന്നെ 100-ന് മേലെ ആൾക്കാരാണ് അന്ന് മരിച്ചിട്ടുള്ളത്. നമ്മള് ഗ്യാൻ ലസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഫേമസ് ലസ്സി ഷോപ്പ്, കുറെ കാലങ്ങൾ പഴകിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര ഫേമസ് ആണെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. അപ്പൊ നോക്കിയിട്ട് എങ്ങനെയുണ്ട് ട്രൈ ചെയ്യാം. ഓട്ടോറിക്ഷയിലാണ് ഇവിടുത്തെ കൂടി യാത്ര. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗ്യാൻ പഞ്ചാബി ലസ്സിയിലെത്തിയിട്ടാണ്. ഇവിടുന്ന് ഒരു ഗ്ലാസ് മേടിച്ച് കുടിക്കാം. ഈ കുടിച്ചോക്കട്ടെ. നമ്മൾ നിൽക്കുന്ന സ്റ്റേൻ്റെ അവിടെ തൊട്ടടുത്താണ്. ഞാനിപ്പോൾ പോവാൻ ഓട്ടോറിക്ഷ വിളിക്കാൻ കാരണം നമുക്ക് ആ ഗ്യാൻ ലസ്സി കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലസ്സി കിടലിനാണ് കേട്ടോ. ട്രൈ ചെയ്തോളാം എന്തായാലും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് മിസ്സാക്കരുത്. വെണ്ണയൊക്കെ ഇട്ടിട്ടാണ് സംഭവം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. നല്ല തണുത്ത സംഭവം. ഈ ചൂടത്ത് ആ തണവിൽ അത് കുടിക്കുമ്പോൾ എന്താ ഫീല്. നമ്മുടെ മെയിൻ ലൊക്കേഷൻ ആകെ 200-300 മീറ്ററോളം കേട്ടോ നമ്മൾ നിന്ന JR ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടന്ന് പോവാം. ഓട്ടോറിക്ഷക്കാർക്ക് കൂടുതൽ കാശ് പറയില്ലേ, അപ്പോൾ നമുക്ക് നടക്കുക വേണ്ടോ. അപ്പോൾ അമൃത്സറി കുൽച്ച അതാണ് ഇവിടുത്തെ ഫേമസ് ഫുഡ്. അപ്പോൾ അത് തേടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഒരാൾ നമുക്കൊരു സ്ഥലം പറഞ്ഞു തരുന്നുണ്ട്, ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ. അപ്പോൾ അത് തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ എത്തിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അമൃത്സറിലത്തെ തിരക്ക് വരാൻ പോണ അമൃത്സറി കുൽച്ച. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്തായാലും ട്രൈ ചെയ്തോളൂ. അയ്യവാ, ഞാൻ ആദ്യം കണ്ടപ്പോൾ ഈ തിരക്ക് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാ. ഇവര് ആ ബ്രോ പറയണത് ഇതൊന്നല്ല തിരക്ക്, ഇനിയാണ് കാണാൻ കിടക്കണേന്ന്. അയ്യോ, എന്തൊക്കെ സാധനങ്ങൾ അടിച്ചു പോവോ എന്തോ. മാർബിൾമേ കൊത്തി വെച്ചേക്കാണ്. ये किनके लिए बनाया गया था? जो मार्टियर्स जलियांवाला बाग में मारे गए थे ना, ये उनके लिए बनाया गया है. 13 अप्रैल 1919 में बनाया गया था. अच्छा, इधर उनके नाम भी लिखे हुए हैं, कौन कौन मरा है, ये सारे उनके नाम है. मैं टूरिस्ट गाइड अच्छा बनूंगा ना. तू बनेगा. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ജാലിയൻവാല ബാഗില് മരിച്ചവരുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കണേ. ഞാൻ അവിടെ എത്തണ വരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം അത്രയും രസമുണ്ട് കാണാൻ. കുറച്ചുകൂടി ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എത്തൂട്ടാ. സംഭവം അങ്ങനെ സൈഡിൽ മൊത്തം ഓരോ ഷോപ്പിങ്ങിനൊക്കെ പറ്റണ പോലത്തെ ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അമൃത്സർ വന്നിട്ട് ഗോൾഡൻ ടെമ്പിൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് രാത്രി തന്നെ വരണം കേട്ടോ. അയ്യോ, തിരക്കും അതേപോലെ തന്നെ ഈ ലൈറ്റും അതിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. കാലത്ത് കാണുന്നേക്കാളും എനിക്ക് കുറച്ചുകൂടി തോന്നണം ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുക ഈ രാത്രി കാണാനാണ്. കയറുമ്പോഴേ ചെരുപ്പ് ഊരണം. അപ്പോൾ ചെരുപ്പൂരി നമുക്ക് അവിടെ വെക്കാം. ചെരുപ്പൂരിയിട്ട് നമ്മളവിടെ
കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടും. എന്നിട്ട് നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാട്ടോ. अजीत कुमार गुप्ता इसको कैसे मिल गया? हमारे साथ रहता है ये. दे दिया इसको. लो 9038. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറട്ടെ. लिखा होता है. ഇതാണ് നമ്മുടെ കോയിൻ ട്ടാ. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെരുപ്പ് തിരിച്ചു കിട്ടും. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഫോട്ടോ നമ്മൾ വേറെ രീതിയിലൊന്നും പോസ് ചെയ്ത് നിൽക്കാൻ പാടില്ല. നമ്മൾ നിൽക്കുമ്പോൾ കൈ കൂപ്പുക അങ്ങനെയൊക്കെ നമ്മൾ നിന്നാലേ ഇവർ സമ്മതിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവരിൽ വടിയൊക്കെ ഉണ്ട്, ആ വടി കൊണ്ടൊക്കെ അടി കിട്ടും. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് തന്നെ ഇവിടെ വരിക. ഉള്ളതുണ്ടല്ലോ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. പിന്നെ ഒരു കാര്യമുള്ളത്, അമൃത്സറിൽ ആരും ഭക്ഷണം കിട്ടാതെ മരിക്കില്ല. കാരണം അവിടെ 3 നേരമാണ് ഗോൾഡൻ ടെമ്പിളിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഒരു ഡീസൻറ്റ് ഫുഡ്. അതും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈക്വലായിട്ട് അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഹാൻഡ്സ് ഓഫ്. അങ്ങനെ നമ്മുടെ അമൃത്സർ യാത്ര ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയും പുതിയ അനുഭവങ്ങളായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.